നമസ്കാരം. 7984 VL സ്പേസ് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരു പുതിയ വാഴയുമായിട്ടാണ് ആശാൻ വന്നിരിക്കുന്നത്. പുതിയ വാഴയല്ല, ആശാൻ്റെ തോട്ടത്തിൽ പിന്നെ ആദ്യമായിട്ട് കുലച്ചത്. ഇപ്പോൾ വെച്ചപ്പോൾ ആദ്യമായിട്ട് കുലച്ച ഒരു വാഴയാണ്. ഇത് സ്വർണ്ണമുഖിയാണ്. മിൻറ്റോളി വിഭാഗത്തിൽപ്പെടുന്ന സ്വർണ്ണമുഖി ഏത്തനാണ്. വലിയ പിന്നെ പരിചരണമൊന്നും കൂടാതെ തന്നെയാണ് ഇത് വളർത്തിയത്. പ്രത്യേകിച്ച് അങ്ങനെ വളമൊന്നും ഇടാനൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ കന്നുകളൊന്നും ചവിട്ടി കളയാനും പോയിട്ടില്ല. എന്നാലും അത്യാവശ്യം ഭേദപ്പെട്ട ഒരു 8 പടല അടുപ്പിച്ചുള്ള കൊല കിട്ടുകയും ചെയ്തു. പക്ഷേ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ സ്വർണ്ണമുഖി വാഴകളിൽ കുറച്ച് പിണ്ടിപ്പുഴുവിൻ്റെ അസുഖങ്ങൾ കൂടുതലാണ്. അപ്പോൾ ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞാൽ അതൊരു സത്യം തന്നെയാണ്. എന്തായാലും ഇപ്പോൾ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഊന്നൊക്കെ കൊടുത്ത് നിർത്തിയിട്ടുണ്ട്. അത് കിട്ടുമോ ഇല്ല എന്നുള്ളത് അറിയില്ല. എന്തായിരുന്നാലും നമുക്ക് നോക്കാം. ഈ നാടൻ ഏത്തൻ കുലകൾ ഏത്തൻ വാഴകൾ നടുന്നതിനേക്കാൾ ഉപരി വെറൈറ്റി ആയിട്ടുള്ളത് നട്ടു കഴിഞ്ഞാൽ നമുക്ക് തൂക്കഭാരം കൂടുതലുണ്ടെങ്കിൽ ഈ വില കുറഞ്ഞ് നിൽക്കുന്ന സാഹചര്യങ്ങളിൽ, ഇപ്പോൾ വാഴയ്ക്ക് വില കൂടുതലുണ്ട്, പക്ഷേ വില കുറഞ്ഞ് നിൽക്കുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് വലിയ കൈനഷ്ടം വരുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇതിനകത്തുള്ളൊരു പ്രശ്നമെന്ന് പറയുന്നത്, ഇതിപ്പോൾ വലിയ പൊക്കമെന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ ഒരു 10-12 അടി പൊക്കത്തിനാണ് നിൽക്കുന്നത്. 14 അടി വരെ പൊങ്ങുന്ന ഒരു വാഴയാണ്. ഇതിപ്പോൾ മരങ്ങൾക്കിടയിൽ നീങ്ങുന്നത് കൊണ്ട് ചെറിയ പൊക്കക്കുറവ്, സാധാരണ പൊക്ക കൂടുതലാണ് വരേണ്ടത്. പക്ഷേ ഇവിടെ പൊക്കക്കുറവാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഊന്ന് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത്തരം വാഴകളിൽ അത്യാവശ്യം വേണ്ടുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്കിത് പിന്നെ ഉപയോഗിച്ചെടുക്കാൻ പറ്റും. സ്വർണ്ണമുഖി ഉപയോഗിച്ചെടുക്കാൻ പറ്റുന്നു. സ്വർണ്ണമുഖി എന്ന് പറയുന്നത് നേരത്തെ ഞാൻ തന്നെ പറഞ്ഞു, മിൻറ്റോളി വിഭാഗത്തിൽപ്പെടുന്ന, നമ്മൾ കിൻഡൽ ഏത്തൻ എന്നൊക്കെ വിളിക്കുന്ന വിഭാഗത്തിൽപ്പെടുന്ന ഏത്തവാഴപ്പെടുന്നതാണ്. അതിൽ നിന്ന് രൂപപ്പെടുത്തി എടുത്തിരിക്കുന്നതാണ്. അല്ലാതെ പ്രത്യേകിച്ച് വേറെ പിന്നെ പുതിയ ഇനമൊന്നുമല്ല. നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ ഇത് വിദേശ ഇനമാണ്. ആ ഇനത്തിൽ നിന്നും ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ നിന്നിട്ട് അതിന് പിന്നെ ഹാപ്പി ബയോടെക് ആണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് സ്വർണ്ണമുഖി എന്ന് പേരിട്ടിട്ട് ഈ വാഴ വിറ്റു തുടങ്ങിയത്. പിന്നെ ചിലരുടെ സ്ഥലങ്ങളിൽ ചെറിയ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. അതായത് ഭാരക്കൂടുതലുള്ളതുകൊണ്ട് വിറ്റുപോകാൻ സാധ്യത കുറവാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ വീട്ടിലെ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് അത്യാവശ്യം ശ്രദ്ധിച്ച് വളർത്തുകയാണെങ്കിൽ ഒരു വലിയ ഏത്തൻ കുല തന്നെ, അല്ലെങ്കിൽ നേന്ത്രവാഴ കുല തന്നെ കിട്ടും. ഓക്കെ, ബൈ.